നമസ്തേ. നക്ഷത്രങ്ങളുടെ എന്ന വിഭാഗത്തിൽ ഇന്ന് നമ്മൾ അറിയുവാൻ ശ്രമിക്കുന്നത് നക്ഷത്ര ശ്രേണിയിൽ മൂന്നാമതായി എത്തുന്ന കാർത്തിക എന്ന നക്ഷത്രത്തെ പറ്റിയാണ്. കാർത്തിക എന്ന് കേൾക്കുമ്പോൾ കീർത്തി വളരെ വേഗത്തിൽ ലഭിക്കും എന്നൊരു തോന്നലൊക്കെ നമുക്ക് എപ്പോഴും എങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ലഭിക്കുകയില്ല. അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ കൃത്യമായി ചെയ്യാതെ കാർത്തിക ജാതനായതിനാൽ അഷ്ടൈശ്വര്യം ലഭിക്കും എന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ അല്പമൊന്ന് പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല. ദൈനംദിന ജീവിതത്തിൽ ഒരു അല്പസമയം മാറ്റിവെക്കുകയും ഇവിടെ ഉപദേശിക്കുന്ന രീതിയിലുള്ള ചെറിയ ചെറു കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്താൽ തീർച്ചയായും അഷ്ടൈശ്വര്യങ്ങളെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുവാൻ കഴിയും. ആദ്യമായി ഈ നക്ഷത്രത്തെ പറ്റി ഒന്ന് പരിചയപ്പെടാം. ഈ നക്ഷത്രത്തിന്റെ ദേവത അഗ്നിയാണ്. അസുര ഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രത്തിന്റെ യോനി സ്ത്രീ യോനിയാണ്. ഇതിന്റെ മൃഗം എന്നത് പെൺ ആടാണ്. ഇതിന്റെ ഭൂതം എന്നത് ഭൂമിയും, ഇതിന്റെ പക്ഷി എന്നത് പുള്ളും, ഇതിന്റെ വൃക്ഷം എന്നത് അത്തിയുമാണ്. ഈ നക്ഷത്രജാതർ ദിനംതോറും കാർത്തിക, ഉത്രം, ഉത്രട്ടാതി എന്നീ നാടുകളിൽ ക്ഷേത്ര ദർശനം നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശിവപ്രീതിയും സൂര്യഭഗവാന്റെ പ്രീതിയും നേടേണ്ടതായിട്ടുണ്ട്. കർമ്മമേഖല ശത്രുരഹിതമാകുവാനും യാതൊരുവിധ സംശയമില്ലാതെ ജീവിതയാത്ര പൂർത്തീകരിക്കുവാനും സൂര്യന് തുല്യം പ്രകാശം പൊഴിക്കുവാൻ കഴിയണം. ശത്രുക്കളെ ശിവരൂപത്തിൽ നിന്നുകൊണ്ട് മറികടക്കുവാൻ കഴിയണം. അതുകൊണ്ട് തന്നെ ശിവഭഗവാന്റെയും സൂര്യഭഗവാന്റെയും കൃപാകടാക്ഷം തീർച്ചയായും നേടേണ്ടതായിട്ടുണ്ട്. സൂര്യനെ പ്രീതിപ്പെടുത്തുവാനായി ആദിത്യ ഹൃദയമന്ത്രം ജപിക്കാം. ശ്രീരാമചന്ദ്രമൂർത്തിക്ക് പോലും ജയിക്കാൻ കഴിഞ്ഞത് ആദിത്യ ഹൃദയമന്ത്രം ഭക്തിയാദരപൂർവ്വം ജപിച്ചതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾക്കും അത് കഴിയും. ഇനിയും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ നക്ഷത്രത്തിന്റെ ദേവനാണ് അഗ്നി എന്ന് സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അഗ്നിയെ പ്രീതിപ്പെടുത്തണം. അഗ്നിയുടെ പ്രീതി ഉണ്ടെങ്കിൽ മുമ്പിലേക്ക് എത്തുന്ന എല്ലാ തടസ്സങ്ങളും ഭസ്മതുല്യമായി മാറപ്പെടാം. അതുകൊണ്ട് തന്നെ ഭക്തിയാദരപൂർവ്വം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് സർവേശ്വരനായ അഗ്നി ഭഗവാനെ, സർവ്വ അശുദ്ധികളെയും ഇല്ലാതാക്കുന്നവനായ ചൈതന്യ സ്വരൂപനായ ഭഗവാനെ, അവിടെ നിന്ന് എൻ്റെ കർമ്മമേഖല സുവ്യക്തമാക്കി തരണം, എത്താൻ സാധ്യതയുള്ള തടസ്സങ്ങളെ ഉന്മൂലനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സച്ചിദാനന്ദ സ്വരൂപനായ ലോകത്തിന് മുഴുവൻ പ്രകാശം പരത്തുന്ന ആ അഗ്നിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഓം അഗ്നേ നമഃ എന്ന് ഭക്തി ആദരപൂർവ്വം ജപിക്കാൻ ശ്രമിക്കൂ. ഓം അഗ്നേ നമ എന്ന് ഭക്തി ആദരപൂർവ്വം മനസ്സിൽ ജപിച്ചാൽ ഒരു 108 പ്രാവശ്യം ജപിച്ചാൽ തീർച്ചയായും അതിൻ്റെ പ്രയോജനം ലഭിക്കും. എല്ലാ ദിനവും പുലർകാലത്തോ സായം സന്ധ്യയിലോ ഒരല്പസമയം അതിനായി മാറ്റിവെച്ച് തീർച്ചയായും എനിക്കെത്താൻ കഴിയുന്ന എല്ലാ തലത്തെയും ഞാൻ ഗതഗതമാക്കും. അതിന് സൂര്യഭഗവാന്റെയും ആദിത്യ ഭഗവാന്റെയും അല്ലെങ്കിൽ അഗ്നിയുടെയും അല്ലെങ്കിൽ പരമേശ്വരന്റെയും കൃപാകടാക്ഷത്തെ ഞാൻ നേടുക തന്നെ ചെയ്യും. അതിലൂടെ എൻ്റെ കർമ്മമേഖലയെ ഞാൻ ഉജ്ജ്വലകരമായ തലത്തിലേക്ക് ഉയർത്തും എന്ന പരിപൂർണമായ വിശ്വാസത്തോടു കൂടി നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് നേടാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല. എന്തിനും അവനവൻ ചെയ്യേണ്ട ധർമ്മവും കർമ്മവും ചെയ്യുക തന്നെ വേണം. പിന്നീടാകട്ടെ ഈശ്വര കടാക്ഷം. അതുകൊണ്ട് തന്നെ ഈ ഒരല്പം സമയം ഇതിനായി മാറ്റിവെച്ചാൽ